സോ അടുത്ത ടോപ്പിക്ക് സർക്കുലാർ മോഷനാണ്. അപ്പോൾ സർക്കുലാർ മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ പറയാം ആദ്യം. ഇപ്പോൾ ഒരു കല്ല് നമ്മൾ കയറിൽ കെട്ടി കറക്കണം, തലയ്ക്ക് മുകളിൽ കറക്കുമ്പോൾ ഇതേ പാത്തിലൂടെ അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ നടുക്കൊന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഇതാണ് കല്ല്. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, സർക്കുലാർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്രകാരമുള്ള ഒബ്ജക്ട്സിൻ്റെ മോഷനെ പറയുന്ന പേരാണ് സർക്കുലാർ മോഷൻ. അതായത് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എങ്ങനെ, ഒരു സർക്കിളിൽ വിത്ത് എ യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്താൽ നമ്മളതിന് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരം മോഷനെ പറയുന്ന പേരാണ് സർക്കുലാർ മോഷൻ. അത് യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും യൂണിഫോം സർക്കുലാർ മോഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യൂണിഫോം സർക്കുലാർ മോഷനിലെല്ലാം വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് only in its direction and not in magnitude. Velocity changes only in its direction and not in magnitude. Okay. അപ്പോൾ എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ? If the particle moves in a circle with a uniform speed, it is said to be moving with a uniform circular motion. ഇപ്രകാരം ഈ യൂണിഫോം സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. എപ്പോഴും ഇങ്ങോട്ടാണ്, ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സോ അത് ശ്രദ്ധിക്കുക. ഒരു പാർട്ടിക്കിൾ സപ്പോസ് എം മാസുള്ളൊരു പാർട്ടിക്കിൾ ഒരു സർക്കുലാർ മോഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ആ ആക്സിലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. എന്താണ്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഇതാണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. സോ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. അവിടെ ഒമേഗ എന്താണെന്ന് ചോദിച്ചാൽ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റിയാണ്. ഫോർക്ക് സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ആ ആക്സിലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അതായത് when a particle moves around a circle there is an acceleration called centripetal acceleration. അപ്പോൾ വി ആണ് ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എങ്കിൽ, ആക്സിലറേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ വി വെലോസിറ്റി. അപ്പോൾ എന്താണ് ആർ എന്ന് ചോദിച്ചാൽ, ആർ എന്ന് പറയുന്നത് ഇതാണ്, റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. ആ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്തുവാ? എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. അവിടെ ഒമേഗ എന്തുവാണ്? ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷനാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഈ ആക്സിലറേഷൻ കൊടുക്കുന്ന ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്ത് ഫോഴ്സാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തുവാ? വി സ്ക്വയർ ബൈ ആർ ആണ്. സോ ഇക്വേഷൻ എങ്ങനെ മാറും? എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? എം ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ രണ്ട് ഇക്വേഷനാണ്. അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സാണ് ആ ബോഡിയെ ഈ സർക്കുലാർ പാത്തിൽ തന്നെ കറങ്ങാൻ അനുവദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സ് ഇപ്പം ഇങ്ങനെ കല്ല് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനെ പിടിച്ച് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കുലാർ പാത്തിൽ. നമ്മൾ ഈ പിടി വിട്ട് എന്ത് ചെയ്യും? ആ കല്ല് തെറിച്ച് പോകും. അതെങ്ങനെ പോകുന്നത്? ടാൻജൻ്റ് ആയിട്ടേ പോകും. ക്ലിയർ ആണ്? ഇങ്ങനെ സർക്കുലാർ പാത്രമെങ്കിൽ അവിടെ ടാൻജൻ്റ് വരച്ചാൽ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും ആ ബോഡിയുടെ മൂവ്മെൻറ്റ്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സർക്കുലാർ മോഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സിന് രണ്ട് ഇക്വേഷൻ, എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അവിടെ വി വെലോസിറ്റി ഓഫ് ദ ബോഡി,
ആർ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ആണ്. അവിടെ ഒമേഗ ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സും ഉണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എം വി സ്ക്വയർ ബൈ ആർ. രണ്ടാമത്തെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ. സോ അടുത്തൊരു പ്രോബ്ലമാണ്. ആൻ എയർക്രാഫ്റ്റ്സ് എക്സിക്യൂട്ട് എ ഹൊറിസോണ്ടൽ ലൂപ്പ് ഓഫ് എ റേഡിയസ് 1 കിലോമീറ്റർ. ഒരു എയർക്രാഫ്റ്റ്, വിമാനം അങ്ങനെ കരുതിയാൽ മതി. എയർക്രാഫ്റ്റ് അതൊരു ഹൊറിസോണ്ടൽ ലൂപ്പ് കവർ ചെയ്യുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹൊറിസോണ്ടൽ ലൂപ്പിൻ്റെ റേഡിയസ് എത്ര? 1 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഹൊറിസോണ്ടൽ ലൂപ്പ് വിത്ത് എ സ്റ്റഡി സ്പീഡ് ഓഫ് 900 km/h. അപ്പോൾ വിയുടെ വാല്യൂ 900 km/h ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വിത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റേഷ്യോ, അതായത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ സപ്പോസ് എ സി എന്നിരിക്കട്ടെ, സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ജി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. അവ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ആദ്യം നമുക്ക് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ സി ഈസ് ഈക്വൽ ടു, ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, വി സ്ക്വയർ ബൈ ആർ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. വിയുടെ വാല്യൂ എത്ര? 900 km/h. 900 km/h ആണ്. km/h അല്ല എസ് ഐ യൂണിറ്റ്, m/s ആണ് എസ് ഐ യൂണിറ്റ്. km/h 900 km/h എങ്ങനെ m/s മാറ്റും? നമ്മൾ നേരത്തെ പഠിച്ചു, പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ. സോ ചെയ്ത സമയത്ത് ക്യാൻസൽ ചെയ്യാം. എത്ര വരും? 50. So that is 250 m/s. ഇനി ആർ 1 കിലോമീറ്റർ എന്നാണ് തന്നേക്കുന്നത്, മീറ്ററിലേക്ക് മാറ്റണം. സോ ആർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ? 1000. സോ 10⁻³ മീറ്റർ. ഈ രണ്ട് സാധനങ്ങളും നേരെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? സോ വിക്ക് വരാം വി സ്ക്വയർ. വി സ്ക്വയർ മീൻസ് 250 സ്ക്വയർ. അപ്പോൾ 250 സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് 10³ സോ നിങ്ങൾ സോൾവ് ചെയ്യുക. ആൻസർ ഇതാ ഇത്രയും കിട്ടും, 62.5. അത്രയും m/s². ക്ലിയർ? അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ എത്ര കിട്ടി? 62.5 m/s² ആണ് കിട്ടിയത്. നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം എന്തുവാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂ കൊടുക്കുക 62.5 ഡിവൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം, ദറ്റ് ഈസ് 9.8 ആണ്. ഓക്കെ ആണ്. സോ സിംപ്ലിഫൈ ചെയ്യുക, കിട്ടും 6.38. റേഷ്യോ ആയതുകൊണ്ട് യൂണിറ്റ്സ് ഒന്നുമില്ല. സോ ഇതാണ് ആൻസർ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ആദ്യം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൺവേർഷൻ ശ്രദ്ധിച്ചോളണം, പിന്നെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക, ആ വാല്യൂവും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള റേഷ്യോ എടുക്കുക, കഴിഞ്ഞു. ഓക്കെയാണ്. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എക്സാമ്പിൾസ് ഇൻ സർക്കുലാർ മോഷനാണ്. സർക്കുലാർ മോഷനുള്ള എക്സാമ്പിൾസ്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് മോഷൻ ഓഫ് എ കാർ. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. ശ്രദ്ധിക്കണം, ലെവൽ സർക്കുലാർ റോഡാണ്. ലെവൽ സർക്കുലാർ റോഡ്. സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾ അല്ലേ പറയും. അപ്പോൾ നമ്മളൊരു സർക്കുലാർ റോഡ് കൺസിഡർ ചെയ്തു. ഇതാണ് സർക്കുലാർ റോഡ്. ആ സർക്കുലാർ റോഡിൽ അപ്പം ലെവലാണ്, ഒരു ചരിവോ ഒന്നുമില്ല. ആ റോഡ് എപ്പോഴും ലെവൽ, എല്ലാ സൈഡും ഒരേപോലെയാണ്. ഇവിടുത്തെ അതേ പൊക്കം, ഇവിടെയും അതേ പൊക്കം, സെയിം ആയിരിക്കും. സോ ഇങ്ങനെയുള്ളൊരു സർക്കുലാർ റോഡിൽ ഒരു കാർ, സപ്പോസ് ഒരു വെഹിക്കിൾ, ഇതാണ് കാർ, സപ്പോസ് ഇതാണ് കാർ എന്നിരിക്കട്ടെ. അപ്പോൾ ഈ സർക്കുലാർ റോഡിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്നിരിക്കട്ടെ. റേഡിയസ് എത്ര? സ്മോൾ ആർ.
കാറിൻ്റെ മാസ് എം ആണെന്നിരിക്കട്ടെ. ആ കാറ് മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിലാണ്. ആ വെലോസിറ്റി വി ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാറ് മൂവ് ചെയ്യുന്നു ഒരു സർക്കുലാർ ലെവൽ റോഡിൽ. ആ സർക്കുലാർ റോഡിൻ്റെ റേഡിയസ് സ്മോൾ ആർ, ആ കാറിൻ്റെ മാസ് എം, അതിൻ്റെ വെലോസിറ്റി വി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, ഈ കാറിൻ്റെ വെയിറ്റ് അതെപ്പോഴും എങ്ങനെ ആക്ട് ചെയ്യുന്നത്? താഴേക്ക്. അപ്പോൾ വെയിറ്റ് ഓഫ് ദി കാർ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേഴ്സ്. സോ ഫസ്റ്റ് ഫോഴ്സ് ഏതാണ്? വെയിറ്റ്. അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. വെയിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വെയിറ്റ് W = mg അല്ലേ. ഇനി രണ്ടാമതൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ തിരിച്ചിപ്പം റോഡിലേക്കാണ് ഈ കാർ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്, അതാണ് വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. തിരിച്ച് റോഡ് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് തള്ളും. മുകളിലേക്ക് കൊടുക്കുന്ന ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷണൽ ഫോഴ്സ്. അപ്പം ഒരു ബുക്ക് നമ്മൾ നേരത്തെ ഒരു ബുക്കിൻ്റെ കേസ് പറഞ്ഞു, അതേപോലെ ഈ ഡസ്റ്റർ സപ്പോസ് അതിവിടെ വയ്ക്കുകയാണെങ്കിൽ ഡസ്റ്റർ താഴേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ്, അതതിൻ്റെ വെയിറ്റ് ആണ്. തിരിച്ച് ഈ ബോർഡ് തിരിച്ചതിനെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ദറ്റ് ഈസ് കോൾഡ് റിയാക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ എന്നൊക്കെ പറയും. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? അപ്വാർഡ്. സോ നോർമൽ റിയാക്ഷൻ ദാറ്റ് ഈസ് അപ്വാർഡ്. ഇനി ഏതെങ്കിലും ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഒരു സർക്കുലാർ പാത്തിൽ ഏതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താലും സെൻറ്ററിലേക്ക്, ആ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് FC എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ F, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ടുവാർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അതിൻ്റെ ഇക്വേഷൻ എന്തുവാ? mv²/r. ക്ലിയർ? അപ്പോൾ ഇവിടെ 3 ഫോഴ്സുകൾ നമ്മൾ കണ്ടു. ഒന്ന്, വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. 2, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്. വെയിറ്റിന് നേരെ ഓപ്പോസിറ്റാണ് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക. മൂന്നാമത്തത്, സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക, ദിസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷൻ. Centripetal force is provided by friction between car tire and the road. Centripetal force is provided by friction between car tire and road. Clear? അപ്പോൾ F ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നിരിക്കട്ടെ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് F ആണെങ്കിൽ ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. F ഈസ് ഈക്വൽ ടു mu into R. F is equal to mu into R. ഇക്വേഷൻ നമ്പർ 1. സോ അതവിടെ നിൽക്കട്ടെ. ഇതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. വെയിറ്റ്. അപ്പോൾ F is equal to mu R. ഇതിൽ mu എന്താണെന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് പൗസ് ചെയ്തിട്ട് വേറൊരു സെക്ഷൻ പറയുകയാണേ, ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിക്ഷൻ പറഞ്ഞു. ഫ്രിക്ഷൻ എന്തുവാ പറഞ്ഞേ? ഓപ്പോസിങ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ 2 സർഫസസ് അല്ലേ. ഫ്രിക്ഷൻ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്. എത്ര ടൈപ്പുണ്ട്? 2 ടൈപ്പ്. പ്രധാനമായിട്ടും 2 ടൈപ്പ്. ഒന്നാമത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്ത് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ടാമത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ പ്രധാനമായിട്ടും 2 ടൈപ്പ്. ഒന്നാമത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും രണ്ടാമത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക്, നമ്മൾ മോഷനെ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റിലിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ ഈ ഡസ്റ്റർ അത് റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ഈ ബോർഡിൽ അല്ലെങ്കിൽ ഫ്ലോറും ഡസ്റ്ററും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് ഏത് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതേസമയം ഞാൻ മറ്റൊരു ഒബ്ജക്റ്റ്, ഇതാ ഈ പെൻ, അത് ഇതാ ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ്, ഒരു സർഫസിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഈ പേന കുറച്ച് കഴിയുമ്പോൾ നിൽക്കാനുള്ള കാരണം ഫ്രിക്ഷൻ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. എന്താ ഫ്രിക്ഷൻ? കൈനറ്റിക്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ റെസ്റ്റിലിരിക്കുന്നത്, അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലേക്ക് മാറും?
കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറും. ക്ലിയർ ആണ്? അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഏത്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ കൈനറ്റിക് ഫ്രിക്ഷനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ റോളിംഗ് ഫ്രിക്ഷൻ. എന്ത് ഫ്രിക്ഷൻ? റോളിംഗ്. രണ്ടാമത്തത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ കണ്ടോ, റോൾ ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. സ്ലൈഡിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അറിയാമല്ലോ, ഒരു ചരിവ് തലത്തിൽ ഒരാൾ നിരങ്ങി പോവുകയാണ്, സ്ലൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ പാർക്കിൽ കണ്ടില്ലേ, സ്ലൈഡറുണ്ട്. അപ്പോൾ അതിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഏത്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. അതിൽ കൈനറ്റിക് ഫ്രിക്ഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റോളിംഗ് ഫ്രിക്ഷൻ, മറ്റൊന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷനാണ് ഏത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ സപ്പോസ് ഇതാണൊരു ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലോറിലിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫ്ലോറിലിരിക്കുമ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വെയിറ്റ് mg ആക്ട് ചെയ്യും. തിരിച്ച് തറ എന്ത് ചെയ്യും? മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന് നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞു, നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷണൽ ഫോഴ്സ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റിന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കാം, ഇങ്ങോട്ട് തള്ളുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കാം, അതായത് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ സപ്ലൈ ചെയ്തു. ഇപ്പോൾ നല്ല വെയിറ്റുള്ള ഒരു ഇരുമ്പ് ബോക്സാണ് ഇരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവൻ മൂവ് ചെയ്യില്ല. കാരണം എന്ത് ചെയ്യുക? ഇവൻ ഈ ഫോഴ്സ് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മാക്സിമം ഫോഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ ഇവൻ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ഇവിടെ അനങ്ങും. അപ്പോൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, അതിൻ്റെ മാക്സിമം വാല്യൂ, അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ, അതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ക്ലിയർ ആണോ? സോ റെപ്രസെൻറ്റ് ബൈ എസ് മാക്സിമം എന്നോ എസ് എം എന്നോ എഫ് മാക്സിമം എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിക്കോ. എസ് മാക്സിമം ഞാനിപ്പോൾ എഴുതുന്നു. ക്ലിയർ ആണ്? ഒരു ബോഡി ജസ്റ്റ് ഒരു സർഫസിൽ സ്ലൈഡ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ പറയുന്ന പേരാണെന്താ? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. സോ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്തിനാണെന്ന് ചോദിച്ചാൽ നോർമൽ റിയാക്ഷൻ. ക്ലിയർ ആയോ? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? നോർമൽ റിയാക്ഷൻ. സോ എസ് മാക്സിമം ഇസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് ഇസ് ഈക്വൽ ടു കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ കോൺസ്റ്റൻറ്റ് ഏതാ? മ്യൂ എസ്. സോ എസ് മാക്സിമം ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ബാക്കിയാറുണ്ട് ആർ. സോ ഇതാണ് ഇക്വേഷൻ. എസ് മാക്സിമം ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ, വെയർ മ്യൂ എസ് ഈസ് കോൾഡ് കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ്? കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയുക. എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ആൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? നോർമൽ റിയാക്ഷൻ. ഇതാണ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ എസ് മാക്സിമം പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് എഴുതാം. എസ് മാക്സിമം ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആർ, വെയർ കോൺസ്റ്റൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ മ്യൂ എസ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞ സാധനം ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ എസ് മാക്സിമം ഈസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു ആർ എന്നതിനെ പറയുന്ന പേരാണ് law of static friction. law of static friction. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനിൽ മ്യൂ ആർ വന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ, നമ്മൾ ഈ സഫിക്സ് പ്രിഫിക്സ് കളഞ്ഞു. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ആണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് പോയത്. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ആണ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ കണ്ടു കാറിൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ. അതേ ഡയറക്ഷനിൽ താഴേക്ക് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? എം ജി. അപ്പോൾ ആറിന് വരെ നമുക്ക് എന്ത് കൊടുത്താലും മതി, എം ജി എന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും?
മ്യൂ ഇൻറ്റു എം ജി എന്ന് മാറും. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആറും എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ സേഫ് ടേണിംഗ്, ശ്രദ്ധിക്കുക, ഫോർ സേഫ് ടേണിംഗ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ഓർ ലെസ് ദാൻ അവൈലബിൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ആ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ഓർ ലെസ് ദാൻ, സിമ്പിൾ മനസ്സിലായോ? ഈക്വൽ ഓർ ലെസ് ദാൻ ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്തിനു വേണ്ടി? സേഫ് ടേണിങ്ങിന് വേണ്ടി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തുവാ? എം വി സ്ക്വയർ ബൈ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ എന്തുവാ? മ്യൂ, വേണമെങ്കിൽ എസ് ചേർത്തോ, മ്യൂ എസ് എം ജി. എസ് മീൻസ് സ്ലൈഡിങ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെസ് ദാൻ കളയുന്നു, ഇസ് ഈക്വൽ ടു ഇട്ട് മുന്നോട്ട് പോവുകയാണ്. സോ എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് എം ജി. ആരെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യാം. എം എം കട്ട് ചെയ്തു. സോ ബാക്കി വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ജി. ക്ലിയർ ആണ്? അതിൽ നിന്ന് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ആർ ജി, അല്ലെങ്കിൽ മ്യൂ ആർ ജി, എസ് കൊടുക്കണമെന്നില്ല. ആൻഡ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ, സോ റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. അപ്പോൾ വി മാക്സിമം ഈസ് ഈക്വൽ ടു റൂട്ട് മ്യൂ ആർ ജി. ഒരു കാറ് സർക്കുലാർ ലെവൽ റോഡിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെയുള്ള വെലോസിറ്റിയുടെ ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു എന്നതാ റൂട്ട് മ്യൂ ആർ ജി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് ലിമിറ്റ് വിത്ത് വിച്ച് എ കാർ ക്യാൻ ഹാവ് സേഫ് ടേണിംഗ്. അപ്പോൾ സർക്കുലാർ ലെവൽ റോഡിൽ കാർ മൂവ് ചെയ്യുമ്പോൾ അത് സേഫായിട്ട് ടേൺ ചെയ്യാൻ പോകേണ്ട മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തുവാ? വി ഈസ് ഈക്വൽ ടു റൂട്ട് മ്യൂ ആർ ജി. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, അപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ നേരത്തെ എഴുതി. വെയിറ്റ് താഴേക്ക്, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, സെൻട്രിപിറ്റൽ ഫോഴ്സ് സൈഡിലേക്ക്, സർക്കുലർ പാത്തിലേക്ക്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി എം വി സ്ക്വയർ ബൈ ആർ. ഇനി ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അതേത് ഫോഴ്സാണ്? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ. അതെങ്ങനെയാണ് വന്നു എന്ന് നമ്മൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇപ്പോൾ പഠിച്ചു, അതിൽ നിന്നാണ് വന്നത്. അതിൻ്റെ ഇക്വേഷൻ മ്യൂ എസ് ഇൻറ്റു എം ജി ആണ്. അപ്പോൾ ഫോർ സേഫ് ടേണിംഗ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷൻ. അപ്പോൾ എഫ് സി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷൻ. എഫ് സിയുടെ വാല്യൂ എത്ര? എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് എം ജി. എം എം കട്ട് ചെയ്തു, ബാക്കി വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ജി. അതിൽ നിന്ന് വി കണ്ടുപിടിച്ചു. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി, അല്ലെങ്കിൽ വി മാക്സിമം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഇതാണ് സേഫ് ടേണിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. എവിടെ? മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡ്.